ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ള മിനിയേച്ചർ ക്രാഫ്റ്റുമായിട്ടാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതേപോലത്തെ കുറച്ച് എന്താ പറയുക വോൾ ഡെക്കർ ചെയ്തിട്ടുണ്ടായിരുന്നു സോപ്പ് ബോക്സ് യൂസ് ചെയ്തിട്ട്. അപ്പോൾ അതേപോലത്തെ 2-3 കൂടി ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിൽ വെക്കാൻ പറ്റുന്ന കുറച്ച് മിനിയേച്ചർ തിങ്സാണ്, മിനിയേച്ചർ ഡെക്കർ ഐറ്റംസാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക കേട്ടോ. ഈ മിനിയേച്ചർ തിങ്സ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽസ് വേണം. അതായത് ഇപ്പോൾ പേസ്റ്റിൻ്റെ മൂടി, അല്ലെങ്കിൽ ഹോം മെഡിസിൻ ബോട്ടിൽസ് ഉണ്ടാവുമല്ലോ അതിൻ്റെ മൂടികൾ, പിന്നെ എന്താ പറയുക ചെറിയ ചെറിയ ഫെവിക്കോളിൻ്റെ ക്യാപ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സോപ്പ് ബോക്സ്, വൈറ്റ് പേപ്പർ, പിന്നെ ക്ലേ, ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ആദ്യത്തെ ബോക്സിൽ വെക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് വെഡ്ഡിങ് ഇൻവിറ്റേഷൻ കാർഡാണ്. അപ്പോൾ ഇതുപോലെ കാർഡിൽ നല്ല ഭംഗിയുള്ള ഫോട്ടോസൊക്കെ ഉണ്ടായിരിക്കും. ഇതുപോലെ ഗണപതിയുടെയോ കൃഷ്ണൻ്റെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഫോട്ടോസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. അത് നമ്മൾ ഈ ഒരു ബോക്സിൽ സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അടിയിൽ വെക്കാനായിട്ട് നമ്മളൊരു ചിരാത് പോലെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അത് ക്ലേ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളൊരു ചിരാതും അതിലൊരു ദീപം പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതിന് പെയിൻറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വെക്കാനായിട്ടൊരു സ്റ്റാൻഡ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഹോം മെഡിസിൻ ബോട്ടിലിൻ്റെ ക്യാപ്പാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ആദ്യം ബ്ലാക്ക് പെയിൻറ്റ് കൊടുക്കുകയാണ്. അതിനുശേഷം ഗോൾഡൻ പെയിൻറ്റ് യൂസ് ചെയ്തൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ആൻറ്റിക് ലുക്ക് കിട്ടുമല്ലോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ക്രാഫ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു ഗണപതിയുടെ ഫോട്ടോയും അതിന് താഴെ ഒരു വിളക്ക് എന്ന രീതിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് എന്താണെന്ന് നോക്കാം. അടുത്തൊരു ബോക്സിൽ വെക്കാനായിട്ട് നമ്മൾ 2 വോൾ പോസ്റ്റർ പോലെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഈ സോപ്പ് ബോക്സ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗം വൈറ്റ് കളർ ആയിരിക്കുമല്ലോ. അപ്പോൾ അത് ഇതിൻ്റെ ഉള്ളിൽ കൊള്ളാവുന്ന രീതിയിൽ 2 നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തെങ്കിലും കോഡ്സൊക്കെ എഴുതി കൊടുക്കാം. ഒരു ബോർഡർ പോലെ വരയ്ക്കാനായിട്ട് സ്കെച്ച് പെൻ തന്നെയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതും കൂടി കഴിഞ്ഞ് നമ്മുടെ വാൾ പോസ്റ്റർ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതും നമുക്ക് നമ്മുടെ ബോക്സിനുള്ളിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ അടിയിൽ വെക്കാനായിട്ട് നമ്മൾ ക്ലേ കൊണ്ട് തന്നെയാണ് ഒരു പ്ലാന്റ് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്.
അതിന് സ്റ്റാൻഡ് പോലെ വെക്കാനായിട്ട് നമ്മൾ പേസ്റ്റിൻ്റെ മൂടിയാണ് എടുത്തിരിക്കുന്നത്. ഇത് രണ്ടും കൂടി നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. അങ്ങനെ അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഫൈനൽ ലുക്കിൽ ഞാൻ കുറച്ചും കൂടി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് അവസാനം കാണാം. ഇനി നമ്മുടെ ലാസ്റ്റ് ബോക്സിൽ എന്താ ചെയ്യണേന്ന് നമുക്ക് നോക്കാം. ലാസ്റ്റ് ബോക്സിൽ വെക്കാനായിട്ട് നമ്മളൊരു മിനി പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതിനായിട്ട് നമ്മൾ A4 ഷീറ്റ് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ എഡ്ജസിൽ നമുക്ക് ഡാർക്ക് ഗ്രീൻ കൊണ്ടൊന്ന് സ്കെച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് തുറന്ന് വെച്ചിട്ട് ഇതിൻ്റെ രണ്ട് എഡ്ജസിലും എന്താ ഈ ലൈറ്റ് ഗ്രീൻ കൊണ്ട് നമുക്കൊന്ന് സ്കെച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 2-3 നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ബ്രഷിലോ അല്ലെങ്കിൽ പെൻസിലോ ഒന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കാം. ഇനി ഇത് വെക്കാനായിട്ട് നമുക്കൊരു പോട്ട് വേണം. അതിനായിട്ട് നമ്മൾ പേസ്റ്റിൻ്റെ മൂടി തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിന് പെയിൻ്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്കിത് ഒട്ടിച്ച് വെക്കാം. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു മിനിയേച്ചർ പ്ലാന്റാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമുക്ക് നമ്മുടെ ഈ ഹൗസിൽ ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ 3 വാൾ ഡെക്കോറോടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഇതിൽ ഞാൻ കുറച്ചും കൂടി മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ 2 കളറ് ഏകദേശം ഒരുപോലെയായി ഞാൻ ചെയ്തു വന്നപ്പോൾ. അപ്പോൾ ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടോ. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ ചുമൻ്റെ കളറൊക്കെ അനുസരിച്ച് ഇതിൽ മാറ്റങ്ങളൊക്കെ വരുത്താം. പിന്നെ ഇതിലും നല്ല ഭംഗിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും നമുക്കിത് ചുമരിൽ ഒട്ടിച്ചിട്ടൊന്ന് കണ്ടു നോക്കാം. ഡബിൾ സൈഡ് സ്റ്റിക്കർ യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് ഒട്ടിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രാഫ്റ്റിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? ഇതിൽ ഒരെണ്ണത്തിൻ്റെ കളർ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ ഹോമിയോ മെഡിസിൻ ബോട്ടിലിൻ്റെ ക്യാപ്പിൽ കുറച്ച് 2-3 മിനിയേച്ചർ ഫ്ലവേഴ്സ് ഞാൻ ഒട്ടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ സാധനങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഒന്ന് അറേഞ്ച് ചെയ്തു. കളറും ഒന്ന് മാറ്റി. അത്രയാണ് ഞാൻ ഫൈനലായിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ. അപ്പോൾ ഒന്നുകൂടി ഭംഗിയായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അങ്ങനെ നമ്മുടെ ക്രാഫ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു ദിവസം മറ്റൊരു മനോഹരമായ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.